കേരള, തമിഴ്നാട്, ഉത്തർപ്രദേശ്, തെലങ്കാന, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്. 91, ഇന്ത്യ, 86, ചൈന, 92, പാകിസ്ഥാൻ, 880, ബംഗ്ലാദേശ്, 977, നേപ്പാൾ, 94, ശ്രീലങ്ക, 975. ഭൂട്ടാൻ. 4ാം ക്ലാസ്സുകാരിയ നേഹ and ഇപ്പോൾ കണ്ടതുപോലെ 65 രാജ്യങ്ങളുടെ കോഡ് പറയുമ്പോൾ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. 1 മിനിറ്റിലാണ് നേഹ ആ റെക്കോർഡ് നേടിയിരിക്കുന്നത്. നമ്മളൊപ്പം നേഹയുണ്ട്. നേഹയുടെ ഈ ട്രോഫികളൊക്കെ ഉണ്ടോ? നേഹയ്ക്ക് ലഭിച്ച ട്രോഫികളും അവാർഡുകളൊക്കെയാണ്. കൊച്ചുമിടുക്കിയാണ് നേഹ. ഇപ്പം എത്ര രാജ്യങ്ങളുടെ കോഡ് പറഞ്ഞപ്പോൾ എത്ര രാജ്യങ്ങളുടെ പേരാണ് പറഞ്ഞത്? 65. 44 ഏതാ? UK, 66 തായ്ലൻഡ്. ഉണ്ടോ? നേഹ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഒന്ന് നോക്കുമായിരുന്നു, കാണാൻ പഠിച്ച് പറയുന്നതാണോ ഒരു ഓർഡറിൽ അല്ലല്ലേ? ഈ ഇടയ്ക്കൊന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും ഇല്ലേ? അങ്ങനെ കുവൈറ്റിൻ്റെ കൂടെ എത്ര? 965. ഓ, തിരിച്ച് രാജ്യത്തിൻ്റെ പേര് പറയാനും പറയും. നേഹയുടെ ഒപ്പം ഒരു നേഹയുടെ അനിയത്തിയുണ്ട്, പേരെന്താ? വേദ. വേദയോട് കൂടെ ഒന്ന് ചോദിക്കണം. ഇപ്പം നേഹയുടെ നമ്മൾ പ്രകടനം കണ്ടു. വേദയും മിടുക്കിയാണ്. വേദ കേരളത്തിലെ ജില്ലകളുടെ പേര് ചോദിച്ചാൽ പറയോ? തിരുവനന്തപുരം പറഞ്ഞേ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ആഹാ, മിടുക്കി. എത്ര ജില്ലയുണ്ട്? 14 അല്ലേ? ഇനി നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ പേരും വേദ പറയാവോ? കേരള, തമിഴ്നാട്, ഉത്തർപ്രദേശ്, തെലങ്കാന, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, മിസോറാം, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. മിടുക്കി. ഈ ചില പേരൊക്കെ നമ്മൾ തന്നെ ചിലപ്പോൾ അറിയത്തില്ല, അത് കാരണം കാണാൻ പറയാൻ പറ്റത്തില്ല. അവിടെയാണ് വേദത്തല്ല LKG അല്ലേ? LKG കാരി വേദ പറയുന്നത്. വേദയുടെ ചേച്ചി നേഹ 4ാം ക്ലാസ്സുകാരി. അപ്പോൾ 4ാം ക്ലാസ് പഠിക്കുന്ന നേഹ പറയുന്നത് 65 രാജ്യങ്ങളുടെ കോഡ് പറയുമ്പോൾ ആ രാജ്യങ്ങളുടെ പേര് പറയുന്നു. അപ്പോൾ നമുക്ക് ഇവരെ പേരൻസിനോട് വിളിക്കാം, കാരണം അവരാണല്ലോ ഈ കാര്യത്തിൽ ഇവരെ പഠിപ്പിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരായ അച്ഛനും അമ്മയും ഗ്രാൻഡ് പേ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അക്കടന്നല്ല വരുന്നത്. നമുക്ക് ആദ്യം അവരോട് എത്തിയിട്ട് നേഹയോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. ആദ്യം നമുക്ക് നേഹയോട് ചോദിക്കാം അല്ലേ? നേഹ, എങ്ങനെയാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത്? എങ്ങനെ പഠിച്ചു തുടങ്ങുന്നത്? എങ്ങനെയായത്? എനിക്ക് ആദ്യം കാസർഗോഡ് വെച്ച് അച്ഛൻ ഒരു പേപ്പറിൽ എഴുതി തരുമായിരുന്നു ഓരോ ദിവസം. അപ്പോൾ അത് കുറച്ച് ദിവസം കൊണ്ട് പഠിച്ച് പിന്നെ ഒരു 5-6 മാസം കൊണ്ട് അത് സ്പീഡാക്കി. എത്ര ക്ലാസ് പഠിക്കുമ്പോൾ? 2 പഠിക്കുമ്പോൾ. പിന്നെ പറഞ്ഞു അങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ സ്പീഡാക്കി, പിന്നെ റാൻഡമൈസ് ഒക്കെ ചെയ്തു. എന്നിട്ട് അതിനെ സ്പീഡാക്കി അങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഗിന്നസ് നേഹയാണ് അല്ലേ? ഗിന്നസ് നേഹ. ഇപ്പം അങ്ങനെ പറയാം, ഗിന്നസ് നേഹ എന്ന് പറയാം. മോള് ഏത് സ്കൂളാണ് പഠിക്കുന്നത്? ഇൻഫന്റ് ജീസസ് സെൻട്രൽ സ്കൂൾ. ആണോ? സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടാണോ? സ്കൂളിൽ ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിച്ചപ്പോൾ എന്ത് പറഞ്ഞു? കൺഗ്രാറ്റ്സ് പറഞ്ഞു. ആണോ? ഒരു മുമ്പിൽ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റിയില്ലേ? മോളെ ആരാ പഠിപ്പിക്കുന്നത്? അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും പഠിപ്പിക്കും. അങ്ങനെ ഈ നേഹയും വേദയും മിടുക്കരായ പേരൻസ് ഉണ്ട്. മേഡം തന്നെ പറ. അച്ഛനാണല്ലോ ആദ്യം ചോദിച്ചത്. എങ്ങനെ ഈ കുട്ടികളെ ഇതിലേക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പം ആൾക്ക് ഇൻട്രസ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യും, തിരിച്ച് പറയും. അപ്പം അങ്ങനെ ആ ഒരു ഇത് നമ്മൾ ടാലൻറ്റ് മനസ്സിലാക്കി നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആക്കിയെടുത്താണ്. നേഹയുടെ ഗ്രാൻഡ് പാ ഉണ്ട്. വാ ചോദിക്കാം. അച്ഛൻ എങ്ങനെയാണ് കുട്ടികളുടെ ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട്? ഗിന്നസ് റെക്കോർഡൊക്കെ വീട്ടിലിരിക്കുന്നത് അച്ഛനെ പറയാം. സന്തോഷം. ഒരു ഭാവി കാണുന്നില്ലേ? ഉണ്ട്. അച്ഛന് വാക്കുകളധികം ഇല്ല, പക്ഷേ അച്ഛനധികം പറയുന്നില്ല. അച്ഛൻ്റെ മുഖത്തെ ആ സന്തോഷം നമുക്ക് വായിച്ചെടുക്കാം. നേഹയുടെ രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥരാണല്ലേ? അതൊന്ന് രണ്ടുപേരും ഇവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം കൊള്ളനട ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് മാനേജറാണ്. വൈഫ് പാർവതി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏഴംകുളം ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. മോളുടെ ഇത് ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യുന്ന സമയത്താണ്, ഇതിനു മുമ്പ് കാസർഗോഡാണ് വർക്ക് ചെയ്തിരുന്നത്. കാസർഗോഡ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ എഴുതി കൊടുത്തത്. കൺട്രീസിൻ്റെ പേര് എഴുതി കൊടുക്കും. ഒരു ദിവസം ഒരു 10 എഴുതി കൊടുത്തു. അത് വൈകുന്നേരം വന്നപ്പോഴത്തേക്കും പഠിച്ചു. പിന്നീട് ബാക്കിയും കൂടി എഴുതി കൊടുത്തു. അങ്ങനെയാണ് ഗ്രാസ്പിംഗ് പവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്, ഗിന്നസ് റെക്കോർഡിന് ഇതൊന്നുമല്ല, അവരൊരു ടോപ്പിക്സ് കുറച്ച് അയച്ചു തന്നു. അതിൽ ഒരെണ്ണമായിരുന്നു കൺട്രി കോളിംഗ് കോഡ്സ്. അങ്ങനെയാണ് കൺട്രി കോളിംഗ് കോഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് 65 എണ്ണം പ്രീ അപ്രൂവൽ വാങ്ങി
നമ്മൾ പഠിച്ചെടുത്ത് റാൻഡമൈസ് ചെയ്തിട്ടാണ് മോളത് പറയുന്നത്. അറ്റ് എ ടൈം റാൻഡമൈസ് ചെയ്യും. നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്ന തൊട്ട് മുമ്പ് അത് മോള് കാണത്തില്ല. അറ്റ് എ ടൈം റാൻഡമൈസ് ചെയ്യും. റാൻഡമൈസ് ചെയ്തിട്ട് കാണിക്കും. സിസ്റ്റം അത് ഒരു ടൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലും നമ്മൾ ക്യാമറയിൽ പകർത്തിയിട്ടാണ് എഡിറ്റ് പോലും ചെയ്യാതെ അയച്ചു കൊടുത്തിട്ടാണ് അവർ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. എന്തായാലും വലിയ സന്തോഷം. ഇത് ഒരു സന്തോഷം മാത്രമല്ല, നല്ലൊരു കുട്ടികളെ ഇങ്ങനെ കൃത്യമായി പഠിപ്പിക്കുകയും കാര്യങ്ങൾ. കാരണം ഈ കാലഘട്ടത്തിൽ പലപ്പോഴും കുട്ടികളൊക്കെ ഈ മൊബൈലിലേക്ക് പോകുന്നൊരു ആരോപണമാണ്. ഇപ്പം നമുക്കറിയാം കൊച്ചു കുട്ടികൾ, ഈ നേഹയുടെയും വേദയുടെയും ഒക്കെ പ്രായമുള്ളവർ ഇപ്പം ടച്ച് മൊബൈലിലാണ് കൂടുതലും സമയം ചിലവഴിക്കുന്നത്. അപ്പം ഇതൊരു ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത്തരം കാര്യങ്ങളിലേക്കൂടെ ശ്രദ്ധ വരുമെന്ന് കൂടി ഒരു പാഠം നമുക്കിത് കാണുന്ന പ്രേക്ഷകർക്ക് പകർന്നു നൽകാൻ പറ്റുന്നതല്ലേ? തീർച്ചയായിട്ടും. ഈ മൊബൈലിൽ ഈ ഒരു മെമ്മറി പവർ, മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി പവർ അത്രയും വരത്തില്ല. ഇതാകുമ്പം കുട്ടികൾ ഭാവനയും മെമ്മറി പവറും എല്ലാം കൂടും. അത് കണ്ടാണ് നമ്മളിത് ചെയ്ത് നോക്കിയത്. അത് എഫക്റ്റീവായി. അതൊരു നല്ലൊരു പേരൻറ്റിങ്ങിൻ്റെ ലക്ഷണം കൂടിയാണ് ആ കാര്യം. കുട്ടികളെ മൊബൈലിലേക്ക് വഴുതി വിടാതെ, മൊബൈലിലൊക്കെ കളിക്കുന്നതിനാട്ടും കൂടുതൽ നിങ്ങളിങ്ങനെ പേരൊക്കെ പറഞ്ഞാണോ കളിക്കുന്നത്? എന്തായാലും കൊള്ളാം. മോക്ക് എന്താ ആകാനാണ് ആഗ്രഹം? ഡോക്ടർ. ഏതൊക്കെയോ? നെക്സ്റ്റ് നേഴ്സ്. ആ കൊള്ളാമല്ലോ. ഒരാൾക്ക് ഡോക്ടർ, ഒരാൾക്ക് നേഴ്സ്. എന്തായാലും ഈ പുതിയ കാലഘട്ടത്തിൽ കുട്ടികളെ കൃത്യമായി നല്ല രീതിയിൽ പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് പിന്തുണ നൽകുന്ന കുടുംബാംഗങ്ങൾ, 2 കൊച്ചുമിടുക്കികളാണ് നമ്മുടെ ഉള്ള. കുറേ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.